ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ, സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം വീണ്ടും ഒരവസരം തരുന്നു. For today's reading and meditation, scripture portion is taken from Gospel according to Saint Matthew, chapter 25, verses commencing from 31 through 40. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തേക്ക് ഒരു പ്രത്യേക തീമായി നമ്മുടെ സഭ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക ചിന്താവിഷയം റിമെമ്പർ ദ പോർ, ദരിദ്രരെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേക ചിന്താവിഷയം. സോ ത്രൂ ദിസ് പാരബിൾ ജീസസ് ക്രൈസ്റ്റ് explains very inevitable matters which are essential for our Christian life. And this is his last parable. But the meaning is very vivid and clear. So it is a vivid parable, and also it is a clear parable so that all people can understand its meaning. ഒരു ഉപമ പോലെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു അനുഭവം അല്ലെ ഈ ആശയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. ഒരു ലോകം അവസാനിക്കുന്നു, മറ്റൊരു ലോകത്തിന് ആരംഭം കുറിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് ഈ പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ലോകം അവസാനിക്കാൻ പോവുകയാണ്, എന്നാൽ നിത്യമായ മറ്റൊരു ലോകത്തിന് ആരംഭം കുറിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് കർത്താവ് പ്രത്യേകമായിട്ട് ഈ അവസാനത്തെ ഈ ഉപമ കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പ്രധാനമായും വി ക്യാൻ സീ 4 important aspects in this parable. The first one, Son of Man comes in his glory with angels and sits on the throne of his glory. മനുഷ്യപുത്രൻ ദൈവദൂതന്മാരുമായി വിശുദ്ധ ദൂതന്മാരുമായി മഹത്വത്തിൽ വരികയും അവൻ്റെ മഹിമയുള്ള സിംഹാസനത്തിൽ അവൻ ഇരിക്കുകയും ചെയ്യും. Second thing, all the nations will be gathered around him. എല്ലാ ജനതകളും എല്ലാവരും അവൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടപ്പെടും, ഒരുമിച്ച് ചേർക്കപ്പെടും. And third thing, he will separate them as 2 sessions. അവനവരെ 2 ഗ്രൂപ്പുകളായി 2 സെക്ഷനുകളായി അവനവരെ വേർതിരിക്കും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ he will separate them. Fourth one, based on good things and evil things, the judgment will be happened. The final judgment. ഒരു അന്ത്യന്യായവിധി തുടർന്ന് നടക്കുന്നതായിട്ട് നമുക്ക് ഈ ഉപമയിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്ത്യന്യായവിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സം ആക്ഷൻസ്, ചില പ്രവർത്തനങ്ങളുടെയും പ്രവൃത്തികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അന്ത്യന്യായവിധി പൊതുവെ നിർവഹിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതായത് somebody asked for food and you are giving, ആഹാരം കൊടുക്കുന്നു, and something to drink, കുടിപ്പാൻ കൊടുക്കുന്നു, and you are welcoming a stranger, and also clothing for the naked, and care for the sick, and visit a prisoner. ഇങ്ങനെ സന്ദർശിക്കുക, ആഹാരം കൊടുക്കുക, കുടിക്കാൻ കൊടുക്കുക, വസ്ത്രം ധരിപ്പിക്കുക, രോഗിയായിരുന്നപ്പോൾ ആവശ്യമായ ശുശ്രൂഷ നൽകുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ അന്ത്യന്യായവിധിക്ക് വിധിക്കപ്പെടുന്നത് എന്ന്, അന്ത്യന്യായവിധിയുടെ വിധി നിർണ്ണയിക്കപ്പെടുന്നതെന്ന് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ ആക്ഷൻസ്. കൊടുത്തു, കണ്ടു, അല്ലെങ്കിൽ സന്ദർശിച്ചു,
അല്ലെങ്കിൽ സംരക്ഷിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ ദിനംതോറും ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് നിർണ്ണയിക്കപ്പെടുന്നത് എന്നാണ് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് എപ്പോൾ നമ്മളിത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തത് എല്ലാം എനിക്കാകുന്നു ചെയ്തത്. വാട്ട് എവർ യു ഡിഡ് ഫോർ വൺ ഓഫ് ദി ലീസ്റ്റ് ഓഫ് ദീസ് ബ്രദേഴ്സ്, ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ നിങ്ങൾ ചെയ്തതൊക്കെയാണ് എനിക്ക് ചെയ്തത് എന്നാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ സഹോദരന്മാർ എന്നുള്ള, ബ്രദേഴ്സ് എന്നുള്ള ഒരു പദം അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികൾ അന്യോന്യം ഒക്കെ പറയാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അവരുടെ ഇടയിൽ തന്നെയുള്ള ആൾക്കാരെ അന്യോന്യം സഹോദരന്മാർ, നമുക്ക് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, അവരെ തന്നെ അന്യോന്യം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് സഹോദരന്മാർ എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്, നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിങ്ങളുടെ ഇടയിലുള്ളവരോട് നിങ്ങൾ എപ്രകാരം അനുവർത്തിച്ചു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ജീവിത ശൈലി, അതാണ് നിങ്ങളുടെ അന്തിമ ന്യായവിധി നിർണ്ണയിക്കുന്നതെന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ആഹാരം ചോദിച്ചു, അപ്പോൾ ആഹാരം കൊടുത്തു, കുടിപ്പാൻ ചോദിച്ചു, കുടിപ്പാൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആവശ്യക്കാരൻ എന്ന് പറയുന്ന വ്യക്തി, ദ നീഡി പേഴ്സൺ, ഹീ കീപ് സൈലൻറ്റ്, നിശബ്ദനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവന് ചോദിക്കുന്നില്ല എനിക്ക് കുടിപ്പാൻ തരാൻ, അവൻ ചോദിക്കുന്നില്ല എനിക്ക് ധരിപ്പാൻ തരാൻ, അവൻ പറയുന്നില്ല എന്നെ വന്ന് കാണാൻ, അവൻ പറയുന്നില്ല എന്നെ ചേർത്ത് കൊള്ളുവാൻ. പക്ഷേ അവൻ നിശബ്ദനാണ്. പക്ഷേ ഈ ചെയ്യുന്നവരാണ് അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളൊരു അന്വേഷണത്തിലാവണം. വി ഷുഡ് സെർച്ച് ഫോർ ദ നീഡി വൺ ആൻഡ് ഓൾസോ വി മസ്റ്റ് കൺസിഡർ അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ കാണുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരായിട്ട്, ദൈവത്തിന് പ്രീതിയുള്ളവരായിട്ട് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചിന്തിക്കും, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ, അവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും. നമ്മൾ കണ്ടുമുട്ടുന്നവർ, അവർക്ക് ചിലപ്പോൾ യാതൊരു പ്രയാസവുമില്ല എന്ന് നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും. പക്ഷേ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ അഗ്നിപർവ്വതം പുകയുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തെല്ലാം പ്രയാസങ്ങൾ, ചെറുതാകട്ടെ വലുതാകട്ടെ, they have different struggles and problems in their own life. If you are ready to understand their situations, you can help them. അവരെ സഹായിക്കുകയും അവരെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ based on simple things, the final judgment will be happened. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ശരി, നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ്. യഹൂദന്മാർ ചലഞ്ച് ചെയ്യുന്ന ഒരു ഉപമയാണ് ഇത്. കാരണം അവർ ദേ ഫോളോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദേ ഒബേഡ് ലോ ആൻഡ് ദേ ഡിഡ് എവറിഥിങ് ഓൺ ദ ബേസിസ് ഓഫ് ടോറ. Means they are participating in the worship, not they are doing certain meaningful actions, but they are obeying the rules and regulations, participating in their worship services. ആരാധനകളിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാം പ്രമാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് മാറുന്നില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടരെ വിമർശിച്ചുകൊണ്ടാവണം കർത്താവ് ഈ അവസാനമായിട്ട് ഈ ഉപമ ഇങ്ങനെ പറയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ യഹൂദന്മാർക്ക് മാത്രമാണ് രക്ഷ എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. സാൽവേഷൻ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമാണ്. മശിഹ വന്നിരിക്കുന്നത് അവരുടെ വിടുതലിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ഇവിടെ പറയുന്നു, അന്ത്യന്യായവിധിയുടെ സമയത്ത് യഹൂദന് മാത്രമല്ല, എല്ലാ ജനതകളെയും, ഓൾ നേഷൻസ് വിൽ ബി ഗ്യാതേർഡ് അറൗണ്ട് ഹിം, നോട്ട് ഓൺലി ഫോർ ജ്യൂസ്, നോട്ട് ഓൺലി ഫോർ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം വന്നിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ സത്യം കൂടെ ഈ ഉപമയിൽ കൂടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ഈ കുടിപ്പാൻ കൊടുത്തു അല്ലെങ്കിൽ കഴിപ്പാൻ കൊടുത്തു, തടവിലായിരുന്നു പോയി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു അൺകാൽക്കുലേറ്റിംഗ്
ആക്ഷൻസ് ആണ്. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു all these things are all these final judgment will be happen based on simple things. നിസ്സാരമായ കാര്യങ്ങളെ കുറിച്ചാണ്. മറ്റൊന്ന്, ഇവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്? അൺകാൽക്കുലേറ്റിംഗ് ആക്ഷൻസ് ആണ്. വലിയ കണക്കൂട്ടലുകളൊന്നുമില്ല, വലിയ പ്ലാനൊന്നുമില്ല. ഡിഡ് നോട്ട് തിങ്ക് ദാറ്റ് ദേ വെയർ ഹെൽപ്പിംഗ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെയാണ് അവർ സഹായിക്കുന്നതെന്നുള്ള ചിന്തയോടൊന്നുമല്ല അവർ സഹായിച്ച്. കർത്താവ് തൻ്റെ ഉപമയിൽ ഈ ലാസ്റ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെറിയവർക്ക് കുടിക്കുവാൻ കൊടുത്തപ്പോൾ എനിക്കാണ് തന്നത്. അവരന്ന് ചെയ്തപ്പോൾ അതൊന്നും അറിയാതെ ചെയ്ത്. തൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് വിശക്കുമ്പോൾ വിശപ്പിന് ഭക്ഷണം കൊടുക്കുന്നതും അല്ലെങ്കിൽ അവനെ കുടിപ്പാൻ കൊടുക്കുന്നതും ഒന്നും ക്രിസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവർ ചെയ്തത്, അവരറിയാതാണ്. ദാറ്റ്സ് വൈ ഐ ടോൾഡ് ദാറ്റ് ഓൾ ദോസ് ആക്ഷൻസ് വെയർ അൺകാൽക്കുലേറ്റിംഗ് ആക്ഷൻസ്. കണക്കുകൂട്ടലുകളില്ലാത്തുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ മറ്റൊന്ന് നമുക്ക് പറയാം, ആ ആക്ഷൻസ് എല്ലാം നാച്ചുറലായിട്ടുള്ള ആക്ഷൻസാണ്, ആർട്ടിഫിഷ്യൽ അല്ല. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ വെൻ വി സ്മൈൽ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സ്മൈൽ? സ്വീറ്റ് മെമ്മറീസ് ഇൻ ലിപ്സ് എക്സ്പ്രഷൻസ്. ഈവൻ ദോ വി ഹാവ് നോ സ്വീറ്റ് മെമ്മറീസ്, വി ആർ ട്രൈയിങ് ടു സ്മൈൽ. ദാറ്റ് സ്മൈൽ ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ സ്മൈൽ. ഹൃദയത്തിൽ തൊടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും വേണ്ടത്ര അർത്ഥമില്ല പ്രിയപ്പെട്ടവർ. നമ്മുടെ ആത്മാവിനെ തൊടുന്ന പ്രവർത്തനങ്ങളാണ് എപ്പോഴും ആവശ്യം. അതിനാണ് നാച്ചുറൽ ആക്ഷൻസ്. അവർക്ക് നാച്ചുറലായിട്ട് വന്ന കാര്യമാണ്, അവരങ്ങനെയാണ് ചെയ്യുന്നത്. അതവർ വലിയ പബ്ലിസിറ്റിക്കോ ഒന്നുമല്ല, നാച്ചുറലായിട്ട് ചെയ്തതാണ്. മറ്റൊന്ന്, ഓൾ ദോസ് ആക്ഷൻസ് വെയർ ഇൻസ്റ്റിങ്റ്റീവ്. അതവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരാവശ്യമുള്ള ഒരാളിനെ കാണുമ്പോൾ അങ്ങനെ അങ്ങ് ചെയ്യാൻ തോന്നുകയാണ്, അവരുടെ ജീവിതത്തിൻ്റെ ശൈലിയാണ്. മറ്റേ ദേ വെയർ ഡൺ ഓൾ ദോസ് ആക്ഷൻസ് ഇൻ എ ക്വയറ്റ് മാനർ. വലിയ ബാനറടിക്കുകയോ നോട്ടീസ് കൊടുക്കുകയോ 10 പേരോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, വളരെ ക്വയറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജെനുവിനാണ്, വിത്ത് എ ലവിങ് ഹാർട്ട്, വിത്ത് എ നാച്ചുറൽ മൈൻഡ് സെറ്റ്, ഇൻസ്റ്റിങ്റ്റീവ്, ദേ ആർ ഡൂയിങ് സർട്ടൻ തിങ്സ്. പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു മനോഭാവം. നമുക്കറിയാം, ഇങ്ങനെ ഒരാശയമുണ്ട്, അവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് അവർ ആൾട്ടിറ്റ്യൂഡ്. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ഉന്നതി നിശ്ചയിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ കാണിക്കുന്ന മനോഭാവമാണ് നമ്മുടെ അന്ത്യന്യായവിധിയുടെ മാനദണ്ഡം, അളവുകോൽ എന്ന് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഓൺ ദി ബേസിസ് ഓഫ് ദീസ് സിമ്പിൾ തിങ്സ് ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വിൽ ബി ഹാപ്പൻഡ്. നമുക്ക് ചെയ്യുന്ന ഒരു നാച്ചുറലായിട്ട് ആത്മാവിനെ തൊട്ട് ഹൃദയപൂർണമായി അല്ലെ ഹൃദയപൂർവകമായി നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. നമുക്കറിയാം, മദർ തെരേസ ഇന്ത്യയിലേക്ക് വന്ന, സുവിശേഷ പ്രവർത്തനം നടത്താനായിട്ട് വന്ന ഒരു ധീര വനിതയാണല്ലോ. മദർ തെരേസ പറഞ്ഞ ഒരു സെൻറ്റൻസ് വളരെ പ്രസക്തമാണ്. ഈ തെരുവീതിയിൽ മരണാസന്നരായി കിടക്കുന്ന അനാഥ സഹോദരങ്ങളിൽ യേശുവിൻ്റെ മുഖം ഞാൻ കാണുന്നു. ഈ തെരുവീതികളിൽ മരണാസന്നരായി കിടക്കുന്ന അനാഥ സഹോദരങ്ങളിൽ ഞാൻ യേശുവിൻ്റെ മുഖം കാണുന്നു. അത് യേശുവിൻ്റെ മുഖം കാണുമ്പോൾ, അല്ലെ എൻ്റെ അടുക്കൽ വരുന്ന ആവശ്യക്കാരന് അവന് യേശുവിൻ്റെ ഭാവമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവനെ സഹായിപ്പാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടുകൂടെയാണ് നിങ്ങൾ അന്ത്യന്യായവിധിയിൽ വിധിക്കപ്പെടുന്നത് എന്ന് പ്രത്യേകമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ലീസ്റ്റ്, ലോസ്റ്റ് ആൻഡ് പോർ. സമൂഹത്തിൽ അപ്പോൾ നമ്മൾ പറയും, നമ്മൾ ജീവിക്കുന്നത് ഒരു വികസിത രാജ്യത്തിലാണ്, ഇവിടെ ആർക്കും അങ്ങനെ യാതൊരു കുറവുമില്ല എന്നൊക്കെ പറയും. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളുടെ ഇടയിൽ നമ്മൾ നോക്കിയേ, നല്ല വാക്കുകൊണ്ട് നമുക്ക് ഒരാളെ സാന്ത്വനപ്പെടുത്താൻ സാധിക്കും. അവരെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്കവരെ ധൈര്യപ്പെടുത്താൻ സാധിക്കും. നമുക്കവരെ നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കാൻ സാധിക്കും. ഒരുവൻ്റെ ബലഹീനതയിൽ നമുക്കവനെ എൻറിച്ച് ചെയ്യുന്ന, അവനെ പ്രചോദിപ്പിക്കുന്ന, അവനെ ശക്തിപ്പെടുത്തുന്ന നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മുടെ സാന്നിധ്യത്താൽ നമ്മളവനെ അനുകരിക്കുക, അവനെ ബലപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഒരു റോമൻ സോൾജിയർ ആയിരുന്നു മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഹി മെറ്റ് എ ബെഗർ, ഒരു
ഭിക്ഷക്കാരനെ കണ്ടു. ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പണമൊന്നുമില്ല. ഈ റോമൻ സോൾജറിൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നതെന്നറിയാമോ? തനിക്ക് ഉണ്ടായിരുന്ന താൻ ധരിച്ചിരുന്ന അതൊരു തണുപ്പ് കാലമായിരുന്നു. തണുപ്പ് കാലമായപ്പോൾ ഈ ഭിക്ഷക്കാരനാണെങ്കിൽ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്, വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അപ്പം തണുത്ത് വിറയ്ക്കുന്ന കണ്ടപ്പോൾ ഈ പണം ചോദിക്കുന്ന ഈ ഭിക്ഷക്കാരനോട് തൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമില്ലാത്തപ്പോൾ ഈ റോമൻ സോൾജിയർ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം? താൻ ധരിച്ചിരുന്ന കോട്ട് ഒരു കത്തി കൊണ്ട് അദ്ദേഹം മുറിച്ച് അതിൻ്റെ ഒരു പകുതി ഭാഗം ഈ മനുഷ്യന് പുതയ്ക്കാനായിട്ട് കൊടുക്കുന്നതായിട്ട്, നീളൻ കോട്ട് മുറിച്ച് പകുതി കൊടുക്കുന്നതായിട്ട് നമുക്ക് ആ കഥയിൽ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ മാർട്ടിൻ പോയി, സാധാരണ പോലെ പോയി. അന്ന് രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ദൈവദൂതന്മാരുമായിട്ട് യേശു കർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണ്. യേശു കർത്താവ് ദൈവദൂതന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് തൻ്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നായിട്ട് ഈ മാർട്ടിൻ കാണാനായിട്ട് സാധിച്ചു. യേശു ധരിച്ചിരിക്കുന്നത് താൻ ഭിക്ഷക്കാരന് കൊടുത്ത ആ വസ്ത്രമാണ് എന്ന് മാർട്ടിന് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ സ്വപ്നത്തിൽ ഒരു ഏഞ്ചൽ യേശുവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യേശു മറുപടി പറയുന്നു, എനിക്ക് ഇത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ തന്നതാണ് എന്ന് പറയുന്നു. എനിക്ക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ തന്നതാണ് എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ബേസ്ഡ് ഓൺ അവർ സിമ്പിൾ തിങ്സ് ആൻഡ് സിമ്പിൾ ആക്ഷൻസ് ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വിൽ ബി ഹാപ്പൻഡ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതൊരു കണക്ക് കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് മുൻകൂട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല, നേരത്തെ ഒക്കെ തീരുമാനിച്ചുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഒന്നല്ല. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്, പ്രത്യേക ഒരു സമയത്ത് ചെയ്യുന്നതല്ല. അതൊരു ജീവിതത്തിൻ്റെ ചര്യയായിട്ട് ചെയ്യുന്ന ഒരു അനുഭവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇന്ന് നമ്മുടെ മാർത്തോമാ സഭയിൽ ഭൂഭവനദാന ദിനമായിട്ടാണ് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. 1968 1968 our metropolitan Johanan Marthoma Metropolitan, he started this particular movement. ഇത് ആരംഭിച്ചത് അന്നാണ്. എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, വീടില്ലാത്തവർക്ക് വീട്, അതുപോലെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം, അങ്ങനെ ഭൂഭവന ദാനം, ലാൻഡ് ആൻഡ് ഹൗസ് എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ വർഷം ഭൂഭവന ദാനത്തിലൂടെ ലഭിച്ച സ്തോത്ര കാഴ്ച, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ വേർതിരിച്ച സ്തോത്ര കാഴ്ച പ്രത്യേകം നമ്മൾ അടയ്ക്കുന്നതാണ്. ആ സ്തോത്ര കാഴ്ച ഉപയോഗിച്ച് ഏകദേശം 61 houses constructed and also 47 houses is constructing now and work in progress. അങ്ങനെ വളരെയധികം ഭവനം ഇപ്പോൾ ഓൾറെഡി 61 വീട് നിർമ്മിച്ച് കഴിഞ്ഞു, അതിൻ്റെ കൂദാശ കഴിഞ്ഞു. 47 വീടിൻ്റെ നിർമ്മാണം നടക്കുന്നു. ഒരു വീടിന് 7.5 lakh റുപ്പീസാണ്, 7.5 ലക്ഷം രൂപയാണ് ഒരു വീടിൻ്റെ ചെലവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ മെട്രോപൊളിറ്റൻ ആയിരിക്കുന്ന തിയോഡോഷ്യസ് തിരുമേനിയുടെ ഗോൾഡൻ ജൂബിലി, ഓർഡിനേഷൻ്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചാണ് ഈ ഭവനങ്ങൾ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് നിർവഹിക്കപ്പെടുന്നത്. ഈ 47 വീടും അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്ന് സഭയായി ഈ പ്രത്യേക വിഷയം വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നീഡി പീപ്പിൾ ഉണ്ടോ, അല്ലെങ്കിൽ ആവശ്യക്കാരുണ്ടോ, എൻ്റെ വാക്ക് വേണ്ടവരുണ്ടോ, എൻ്റെ പ്രവൃത്തി വേണ്ടവരുണ്ടോ, എൻ്റെ ഇടപെടൽ വേണ്ടവരുണ്ടോ എന്ന് ചിന്തിക്കുകയും നാം അപ്രകാരം അർത്ഥപൂർണമായി നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വിഭവങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ പേർക്ക് വീടില്ല, അവർക്ക് വീട് വെച്ച് കൊടുക്കും. നമുക്കറിയാം ക്രിസോസ്റ്റം തിരുമേനിയുടെയൊക്കെ നവതി പ്രൊജക്റ്റ് ആ സമയത്ത് 90 പേർക്കാണ് ഭവനം വെച്ച് കൊടുത്തത്. അതുപോലെ ഇപ്പോൾ നടക്കുകയാണ്.